ഹലോ ഡേസ് മക്കളെ, ലോസ് ഓഫ് മോഷൻ ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൊമെന്റം കണ്ടുപിടിക്കുക, ആക്കം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. 120 കിലോ മാസ് ഉള്ള ഒരു കാറ് 12 മീറ്റർ ബൈ സെക്കൻഡ് പ്രവേഗത്തോടു കൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം 10 മീറ്റർ ബൈ സെക്കൻഡ് ആകുന്നു എങ്കിൽ ഇനീഷ്യൽ മൊമെന്റം കണ്ടെത്തുക, ഫൈനൽ മൊമെന്റം കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ ചോദ്യം. വളരെ സിമ്പിൾ ആണ് അല്ലെ? ആദ്യം നമുക്ക് എന്തെല്ലാമാണ് തന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് എഴുതിയെടുക്കാം. സോ നമുക്ക് മാസ് തന്നിട്ടുണ്ട്, അത് 120 കിലോ ആണ് അല്ലെ. പിന്നെ തന്നിരിക്കുന്നത് ആദ്യത്തെ വെലോസിറ്റിയും അവസാനത്തെ വെലോസിറ്റിയും നമ്മുടെ കയ്യിലുണ്ട്. തുടക്കത്തിലെ കാറിന്റെ വെലോസിറ്റി 12 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം എന്ന് യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. 5 സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി 10 ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ആൻഡ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ വി. വി എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക. ചോദ്യം ഇതാണ്, ഇനീഷ്യൽ മൊമെന്റം കണ്ടെത്തുക, അതുപോലെ തന്നെ ഫൈനൽ മൊമെന്റം കണ്ടെത്തുക. എങ്ങനെയാണ് മൊമെന്റം അല്ലെങ്കിൽ ആക്കം കണ്ടെത്താൻ? നമുക്കറിയാം, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, മാസ് ഇൻറ്റു ആദ്യ പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ട്. അത് 12 ആണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ 120 ഇൻറ്റു 12 ചെയ്യുക. എത്ര സിമ്പിളാ? 1440 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ. കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് എന്ന് പറയുന്നതാണ് മൊമെന്റം അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം അല്ലെ. എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി, എം ഇൻറ്റു അന്ത്യപ്രവേഗം ചെയ്ത് കൊടുക്കുക അല്ലെ. വളരെ സിമ്പിൾ ആണ്. 120 ഇൻറ്റു 10 ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 1200 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ അതോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ, സദിശ അളവാണോ അദിശ അളവാണോ എന്നുള്ളതാണ്. അതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻസ് എടുത്തോണ്ടിരിക്കുകയാണ്. വിദ്യാരംഭമായി പ്രമാണിച്ചിട്ടുള്ള നമ്മുടെ ഓഫർ വീണ്ടും നീട്ടിയിട്ടുണ്ട്. അപ്പോൾ 15% നിങ്ങൾക്ക് ടോട്ടൽ ഫീസിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സൈലത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാം.